ഞാൻ എന്റെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു. प्रत्येक रीति में जो आखिरी जो गीत गाया था वो प्रभु के दास के जीवन के साथ वो बहुत कंसिस्ट कर पाए हैं। കാരണം ഞാനിങ്ങനെ അതും ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു ആ പാട്ട്. क्योंकि प्रभु के दास भी ये समय में उस विषय के वो गीत के ऊपर ऐसा ध्यान कर रहे थे। അപ്പോ എന്റെ പിന്നിലോട്ടുള്ള ജീവിതം ഒന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. मेरे पीछे जो जीवन है उसके बारे में मैं सोचने लगा। നമ്മൾ ആയിരിക്കുന്നതും ആയതും എല്ലാം ആ ദൈവത്തിന്റെ കൃപയാണ്. हम जो भी है और जो भी बने हैं वो सब प्रभु की कृपा है। ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന പാതയായി. वो गीत में जो भी एक एक पंक्ति भी कहे हुए हैं वो सब मेरे जीवन के एक एक रास्ते के गुजरे हुए अनुभव की तरह ही है। കാരണം കഴിഞ്ഞ നാളുകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ദൈവം എന്നെ നടത്തി. क्योंकि पिछले दिनों में वैसे एक अवस्था से प्रभु ने मुझे चलाया है। ഇന്ന് ഈ നിലയിൽ കൊണ്ടുവന്നത് ആ ദൈവമാണ്. आज यहाँ तक वो प्रभु ने ही पहुंचाया है। എല്ലാവരാലും കൈവിടപ്പെട്ടു, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തുമാറായി. सभी लोगों ने छोड़ा, अभी एक आगे रास्ता नहीं है, ऐसा सोचने के समय में प्रभु ने हाथ पकड़ के मुझे यहाँ तक लाया है। ദാസനിടയ്ക്ക് പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ വൈദ്യന്മാരും ഡോക്ടർമാരും കൈവിട്ട സമയത്തും തേടി വന്ന് രക്ഷിച്ച ദൈവം. प्रभु के दास ने जैसे पहले कहा था कि दुनिया के सभी डॉक्टरों ने, सभी वैद्यों ने, सबने हाथ छोड़ा था, तभी भी हम हमारे पास आके हमें चंगा करने वाले प्रभु। കാരണം മെഡിക്കൽ കോളേജ് എനിക്ക് 98 അവസാനം 99 ആരംഭത്തോടും കൂടെ എന്റെ സമയത്തെ അവർ തീർത്തത്. क्योंकि जो मेडिकल कॉलेज वालों ने 99 के जो समय है वहां पे मेरी जिंदगी खत्म होने वाले करके कई सारे लोगों ने कहा था, എന്നാൽ അവിടെ നിന്ന് ദൈവം ആമേൻ ഇത്രത്തോളം നടത്തി. पर वहां से प्रभु ने यहाँ तक मुझे चलाया है। ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല, ആ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. वो प्रभु की स्तुति और प्रभु की महिमा किए बिना नहीं रह सकता है। ആമേൻ ഇന്ന് വരെ ആ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आज तक जिस प्रकार प्रभु ने चलाया है उस सभी चीजों को याद करके मैं प्रभु को धन्यवाद कहता हूँ। ആ പാട്ടിനായി കർത്താവിന്റെ ദാസന് നന്ദി പറയും. वो गीत के लिए प्रभु के दास को धन्यवाद कहता हूँ। കിടന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. आए हुए सभी लोगों को प्रभु यीशु मसीह के नाम में स्नेह वंदन। ഒരു വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. पवित्र दिन की शुरुआत में प्रभु की सन्निधि में बैठ के प्रभु को धन्यवाद कहने का मौका प्रभु ने हमें दिया है, इसके लिए प्रभु को धन्यवाद कहते हैं। ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തിരക്കുള്ളവരാണ്. आज संडे है, इसके सभी लोग बिजी रहते हैं। സഭകളിൽ ആരാധനയുണ്ട്, അപ്പൊ അതിൻ്റെതായ ക്രമീകരണങ്ങൾ ചെയ്യണം. सभा में आराधना है तो उसकी तैयारी करना है। അതുകൊണ്ട് പലർക്കും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ജോയിൻ ചെയ്തവർക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. और इसीलिए कई सारे लोग ज्वाइन नहीं कर पाए और जो ज्वाइन किए हैं उनको भी जल्दी जाना होता है। എങ്കിലും നിങ്ങൾ ഇത്രയും പേര് എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. लेकिन आप इतने लोग मेरे साथ है करके मैं विश्वास करता हूँ। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. पिछले दिनों में प्रभु के वचन से जब सोच रहे थे, യേശു ക്രിസ്തു ആകുന്ന ഇടയന്റെ ആടുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. यीशु मसीह जो चरवाहा है उनकी भेड़ियों को मिलने वाले आशीष है। ആമേൻ. ആ ആടുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. उनकी भेड़ियों को जो भी आशीष मिलते हैं उसके बारे में हम सोच रहे थे। ഒന്നാമത് ആടിന് നല്ല ഭക്ഷണം ലഭിക്കുന്നു. पहले वो भेड़ियों को अच्छा खाना मिलता है। രണ്ടാമത് ദാഹജലം ലഭിക്കുന്നു. और उनको पानी मिलता है पीने के लिए। അടുത്ത് നമ്മൾക്ക് ശ്രദ്ധിച്ചത് ആമേൻ അവർ പ്രാണനെ തണുപ്പിക്കുന്നു. और उसके बाद हम लोगों ने ये देखा था कि उन्हें प्राण को ठंडा करता है। എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. हम आज सुबह के सन्निधि में यूहन्ना का उसका 12वां अध्याय 14:6 14 का 6वां वचन हम देखेंगे। ആമേൻ. അവിടെ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. उधर हम ऐसे देखते हैं, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. परंतु ये बातें मैं इसीलिए तुमसे कहा कि जब उनका समय आए। 14 का 14 का 6, ओके।
यीशु ने उससे ऐसा कहा, मार्ग और सच्चाई और जीवन मैं ही हूँ, बिना मेरे द्वारा कोई पिता के पास नहीं पहुंच सकता। ആമേൻ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. यीशु मसीह कहते हैं कि सच्चा मार्ग, सच्चाई और जीवन मैं ही हूँ। അടുത്ത് പറയുന്നത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. उसके बाद कहते हैं कि बिना मेरे द्वारा कोई पिता के पास नहीं पहुंच सकता। അപ്പൊ നമ്മെ നടത്തുന്ന ഒരു നടത്തിപ്പുകാരനായ ക്രിസ്തു, तो हमें चलाने वाले व्यक्ति है यीशु मसीह। നമ്മൾ പിതാവിന്റെ അടുക്കിലേക്ക് നടത്തുന്നതായ ക്രിസ്തു, हमें पिता की ओर चलाने वाला व्यक्ति। അവര് ഇടയൻ ആടുകളെ ആമേൻ എപ്പോഴും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. जैसे एक चरवाहा अपनी भेड़ियों को एक सुरक्षित स्थान पे लेके जाते हैं, ആമേൻ താൻ ആടുകളെ മേയ്ക്കുമ്പോൾ അതിനൊരു സുരക്ഷിതത്വം നൽകുന്നു. जब वो भेड़ियों को लेके जाते हैं तो वो उनको एक संरक्षण देता है, എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. जहां पहुंचाना है वहां पे जाके पहुंचाते हैं। പകല് മുഴുവനും അതിനെ ഭക്ഷണത്തിനായി അതിനെ കൊണ്ടുപോകുമ്പോൾ सुबह के समय में उनके खाने के लिए उसको लेके जाते हैं, तो രാത്രിയാകുമ്പോൾ അതിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും. रात में उसको एक सुरक्षित स्थान में लेके पहुंचा देते हैं। ആമേൻ. വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ അതിനെ ആമേൻ പിടിക്കാതിരിക്കുവാൻ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോകും. वो जंगली जानवर है, उसे पकड़ना नहीं चाहिए, इसीलिए वो सुरक्षित स्थान में लेके जाते हैं। കാരണം ഈ ആട് ഒരിക്കലും ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ കഴിവുള്ളതല്ല. क्योंकि ये जो भेड़िया है ये शत्रु के सामने खड़े नहीं रह सकते, उनकी विरोधी नहीं कर सकते हैं। ഈ ആടുകൾ എപ്പോഴും ഭയപ്പെടുന്ന ഒരു ജീവിയാണ്. ये जो भेड़िया है वो हमेशा डरने वाले एक प्राणी है। മറ്റ് മൃഗങ്ങളോട് അതിനെ യുദ്ധം ചെയ്യുവാൻ, അതിനെ പോരാടുവാനുള്ള ശക്തിയില്ല. दूसरे जानवरों से वो लड़ नहीं सकते, उनका उतना ताकत नहीं है। അപ്പൊ അതിന് ആ ശക്തി ആമേൻ ഇടയന്റെ സുരക്ഷിതത്വം മാത്രമേ ഉള്ളൂ. तो उनकी जो शक्ति है वो बस वो उनका चरवाहा देने वाला उनका सुरक्षिता ही है। ആ ഇടയന്റെ സുരക്ഷയാണ് ആടിന്റെ ബലം. वो जो चरवाहा देने वाला सुरक्षिता है वही वो भेड़ियों का बल है। അതുകൊണ്ട് ഈ ഇടയൻ എപ്പോഴും ഈ ആടിനൊരു സുരക്ഷ വലയമായിരിക്കും. इसीलिए चरवाहा हमेशा भेड़ियों के एक सुरक्षित स्थान रहता है। കാരണം ആ ആടിനെ അത്രത്തോളം സംരക്ഷിച്ചില്ലെങ്കിൽ ശത്രുവിന്റെ കരത്തിൽ അകപ്പെടും. क्योंकि वो जो भेड़िया है उसको उतना संभाला नहीं तो वो शत्रु के हाथ में जा सकता है। അതുകൊണ്ട് ഈ ഇടയൻ എപ്പോഴും ആടുകളുടെ കൂടെ വസിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. इसीलिए चरवाहा हमेशा वो भेड़ियों के साथ रहता है और उनकी संरक्षण करता रहता है। മാത്രമല്ല അതിനെ എത്തേണ്ട സ്ഥലത്ത് ആമേൻ എവിടെയാ കൊണ്ട് എത്തിക്കേണ്ടത് ആ ഇടയൻ എത്തിക്കുവോളം ഇടയന്റെ വിശ്രമമില്ലാത്ത പരിശ്രമമായിരിക്കും. इसीलिए वो उनको जहां तक पहुंचाना है वहां तक पहुंचाने तक वो चरवाहा मेहनत करते रहता है। കാരണം ഏത് സമയത്താണ് ശത്രു എങ്ങനെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. क्योंकि जो कौन से समय में कैसा शत्रु आक्रमण कर सकता है करके पता नहीं है। അതുകൊണ്ട് ഇടയൻ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. इसके लिए वो जो चरवाहा है वो हमेशा ध्यान देता रहता है। ആ ആടുകൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ഇടയൻ. इसे वो जो भेड़ियों के लिए हमेशा जागरूक रहने वाला एक चरवाहा, തന്റെ പ്രാണനെ കൊടുത്തും ഈ ആടിന്റെ ജീവനെ രക്ഷിക്കുന്ന ഇടയൻ. खुद के जान को भी देकर वो भेड़ियों का जान बचाने वाला वो चरवाहा, അത്രത്തോളം ആടുകൾക്ക് വേണ്ടി കരുതുന്നവനാണ് നല്ല ഇടയൻ. उतना वो अपने भेड़ियों के लिए क्या करने वाला एक अच्छा चरवाहा होता है। അപ്പോൾ ഈ ഇടയൻ ഈ ആടിനെ നടത്തിക്കുന്നു. इसलिए जो चरवाहा है ये भेड़ियों को चलाता है। ഈ ആട് പോകുന്നതല്ല, ഈ ആടിനെ ഇടയൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ये भेड़िया जाते नहीं है, ये जो चरवाहा है वो उन्हें लेके जाता है। കാരണം ഈ ഇടയൻ പോകുന്നതിന്റെ പിന്നാലെയാണ് ആടുകൾ എപ്പോഴും പോകുന്നത്. क्योंकि ये चरवाहा जहाँ जाते हैं उसी के पीछे अपने भेड़िया भी जाती है। ഈ ആട് ആ ഇടയനെ എപ്പോഴും ആശ്രയിച്ച ജീവിക്കുന്നത്. तो ये जो चरवाहा के ऊपर आश्रय रख के हमेशा भेड़िया जीते रहते हैं। അപ്പൊ എവിടെ ഇടയൻ പോകുന്നോ അവിടെ ആടുകളും കൂടെ പോകും. तो जहाँ चरवाहा जाते हैं वहां पे ही भेड़िए भी जाते हैं। മാത്രമല്ല എപ്പോഴും ഈ ആടുകളുടെ ശ്രദ്ധ എപ്പോഴും ഇടയന്റെ മേളിലായിരിക്കും. तो ये जो भेड़िया उसका ध्यान हमेशा ये चरवाहा के ऊपर ही रहता है। കാരണം ആ ഇടയന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ആടുകൾക്കാണ് എല്ലാ നന്മകളും ലഭിക്കുന്നത്. क्योंकि जैसे वो चरवाहा कहते हैं और करते हैं उस तरह चलने वाले भेड़ियों को ही सब आशीष प्राप्त होता है।
അറിയുന്ന ആടുകൾ എപ്പോഴും ആ ഇടയന്റെ ശബ്ദത്തിനായി കാത്തിരിക്കും. ये बात कौन से जो भी भेड़िया जानते हैं वो सब वो चरवाहा के बातों को हमेशा समझ के लेते हैं। ആമേൻ. ഇടയന്റെ വാക്ക് അനുസരിച്ച് പോകുന്നത് കൊണ്ട് മാത്രമാണ് അതിന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. जो भी भेड़े जो चरवाहा कहते हैं वो सभी बातों को मानकर चलते हैं, उसी को सभी आशीष प्राप्त होती है। ആമേൻ. ഈ ആടിന് എപ്പോഴും ഒരു നടത്തിപ്പുകാരന്റെ ആവശ്യമുണ്ട്. इसीलिए भेड़ को हमेशा एक चलाने वाले की जरूरत होती है। ഇവിടെ യേശു പറഞ്ഞത്, इधर यीशु मसीह कहते हैं, ആമേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, मार्ग और सच्चाई और जीवन मैं हूँ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ആ സ്ഥാനത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കൽ എത്തിപ്പെടാൻ കഴിയത്തില്ല. बिना मेरे द्वारा कोई पिता के पास नहीं पहुंच सकता है। അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും അതുകൊണ്ടാണ്. इसलिए यीशु मसीह ये भूमि में धरती में आए हुए हैं നമ്മെ പിതാവിന്റെ അടുക്കൽ എത്തിക്കുവാനാണ്. हमें पिता के पास पहुंचाने के लिए। പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് पिता के साथ जो बंधन है वो सब जो बंधन है वो सब जिसका नष्ट हो गया है, പിതാവുമായിട്ടുള്ള ആ ആമേൻ രസ്ത അല്ലെങ്കിൽ ആ പിതാവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ട് ദൂരെ കിടന്ന നമ്മെ, जो पिता के साथ का संबंध है या फिर उनके पास जाने का रास्ता है, उससे दूर जो व्यक्ति थे, ആമേൻ, ഈ പുത്രനായ ക്രിസ്തു നല്ല ഇടയൻ കടന്നു വന്ന് നമ്മെ ഒന്നിപ്പിച്ചു. इसीलिए जो बेटे यीशु मसीह है वो आके हमें उनके पास लेके जा रहे हैं। അതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, इसीलिए एफेसियों में पौलुस ऐसे कहते हैं, ദൂരത്തായിരുന്ന നമ്മെ പിതാവിനോട് അടുപ്പിച്ചു. जो दूर हम थे हमें पिता की ओर लेके आए हुए हैं। ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ നമ്മെ പിതാവിലേക്ക് അടുപ്പിച്ചു. यीशु मसीह क्रूस मरण के द्वारा हमें पिता के पास लेके आए हुए हैं। ആമേൻ. ആ പിതാവുമായിട്ടുള്ള ആമേൻ നമ്മുടെ ഐക്യത നമുക്ക് വീണ്ടും മടക്കി തന്നു. वो पिता के साथ का जो संबंध है वो हमें वापस मिला हुआ है। പിതാവിൽ നിന്നും അകന്നു കിടന്ന നമ്മെ ഒന്നാക്കിയത് ഈ നല്ല ഇടയനായ ക്രിസ്തുവാണ്. पिता से दूर जो हम थे हमें वापस पास लेके आने वाले ये अच्छा चरवाहा यीशु मसीह है। നമ്മെ പിതാവുമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ താൻ നമുക്കായി യാഗമായി തീർന്നു. हमें पिता के साथ वापस पास लेके आने के लिए वो खुद एक याग बना हुआ है। അവൻ തന്റെ യാഗത്താൽ നഷ്ടപ്പെട്ടു പോയത് ഒന്നായി തീരുവാനിടയായി തീർന്നു. उनके याग के द्वारा जो नष्ट हुआ था वो वापस एक बन गया है। എന്നേക്കുമായി അകന്നുപോയത് ഒരിക്കലും യോജിക്കാൻ കഴിയാതിരുന്നതിനെ ഒന്നാക്കിയത് ഈ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. वो कभी वापस नहीं जुड़ सकता था या फिर हमेशा के लिए दूर हो गया था, उसको वापस लेके आने के लिए यीशु मसीह का क्रूस मरण के द्वारा हुआ है। ഇത് പറയുന്നത് ആമേൻ ക്രിസ്തു ആമേൻ നമ്മുടെ ഒരു നടത്തിപ്പുകാരനായിട്ട് നമ്മോട് കൂടെ ഉണ്ടെന്ന്. इधर कहते हैं कि यीशु मसीह हमारे चलाने वाला एक व्यक्ति की तरह हमारे साथ है। അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. इसके लिए बताइए कि ऐसे कहते हैं മത്തയോ 28:20 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. मത്താई उसके 28 अध्याय उसका 20वां वचन। ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. 28 ലാസ്റ്റ്. और उन्हें सब बातों जो मैंने तुम में आज्ञा दी है मानना सीखो, और देखो मैं जगत के अंत तक सदैव तुम्हारे संग रहूंगा। ഇവിടെ ആമേൻ സഹയാത്ര അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുകയും നമ്മെ ഭയമില്ലാത്തവരാക്കുകയും ചെയ്യുന്നു. इधर हमारे साथ हमेशा रहेंगे और हमें धैर्य वाले बनाएंगे करके कहते हैं। കാരണം നമ്മൾ ഭയപ്പെടാതിരിക്കുവാൻ കർത്താവ് പറയുന്നു, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. हम डरने नहीं चाहिए, इसके लिए हमसे कहते हैं कि मैं सदैव तुम्हारे संग रहूंगा। ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മരണം വരെയുള്ളൂ. दुनिया में जो भी हमारे संबंध होता है वो मृत्यु तक रहता है। മരണത്തോടുകൂടെ ആമേൻ അത് വേർപിരിയുമ്പോൾ, सभी रिश्ते जब मृत्यु के बाद सब अलग होते हैं तो ഇത് മരണത്താൽ നമ്മെ വേർപിരിക്കാത്തൊരു ബന്ധമാണ്. ये मृत्यु के बाद भी हमें अलग नहीं कर सकते, ऐसा एक रिश्ता है। ഒരു വിവാഹ ബന്ധത്തിൽ എപ്പോഴും പറയുന്നത് മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെയെന്ന്.
एक शादी के हमेशा ऐसे कहते हैं कि जब तक मृत्यु तुम्हें अलग नहीं करता है, അപ്പോ മരണത്താൽ ഇവിടെ ഈ ലോകത്തിലെ ബന്ധങ്ങൾ തീർന്നു പോകുമ്പോൾ जब मृत्यु के साथ ये दुनिया के सारे रिश्ते खत्म होते हैं तो ആമേൻ എന്നേക്കും മാറാതെ ലോക അവസാനത്തോളം കൂടെ ഇരിക്കുന്ന ഒരു ബന്ധം കർത്താവുമായിട്ടുണ്ട്. कभी न हटने वाले दुनिया की समाप्ति तक हमारे साथ रहने वाले एक प्रभु का रिश्ता हमारे साथ है। ഈ വാഗ്ദത്തം നമുക്ക് നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ये वायदा हमें बस प्रभु ही दे सकता है, കാരണം ആമേൻ മരണത്താൽ ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം തീർന്നു പോകുന്നു. क्योंकि मृत्यु के साथ यहाँ के सारे रिश्ते खत्म हो जाते हैं। ആമേൻ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി സ്വതന്ത്രയായി തീരുന്നു ഈ ലോകത്തിൽ. जब एक व्यक्ति मृत्यु हो जाता है, दूसरा व्यक्ति स्वतंत्र हो जाता है। അത് ഭാര്യ ഭർത്തൃ ബന്ധമായാലും അത് മരണത്തോടുകൂടെ സ്വാതന്ത്ര്യമായി തീരുമ്പോൾ जब पति पत्नी का रिश्ता हो तभी भी मृत्यु के साथ जब स्वतंत्र मिलती है तो എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത് എന്നേക്കും നിലനിൽക്കുന്ന ബന്ധമാണ്. पर जो मसीह के साथ का संबंध है वो हमेशा रिश्ता है, वो हमेशा रहने वाला है। അത് ഈ ലോകത്തിലല്ല വരുവാനുള്ള ലോകത്തിലും നിലനിൽക്കുന്നത്. वो ये बस ये दुनिया में नहीं है, जो आने वाला दुनिया है उसमें भी वैसे रहता है। അപ്പൊ അത് ഇവിടത്തേക്ക് മാത്രമുള്ളതല്ല, നിത്യതയ്ക്കുള്ളതാണ് ഇവിടെ സ്ഥാപിക്കുന്ന ബന്ധം. वो बस यहाँ के लिए नहीं है, वो अनंतता के लिए भी है, वो बस यहाँ पे स्थापना होती है उसकी। അപ്പൊ ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്നതായ ഉറപ്പ്, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. इसके लिए यहाँ पे प्रभु हमें ऐसा वायदा देते हैं कि मैं सदैव तुम्हारे संग रहूंगा। നീ കടന്നു പോകുന്ന ഓരോ പാതയിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. तो आने वाले सभी रास्तों में मैं तुम्हारे संग हूँ। നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. तेरे जो भी आवश्यकता है वो सभी पूरा करने के लिए मैं तेरे साथ हूँ। ഏത് കാര്യത്തിലും നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. कौन से भी बात पे तेरे को डरना नहीं है, क्योंकि मैं तेरे संग हूँ। ഒരു കുഞ്ഞിന്റെ കരത്തിൽ പിടിച്ച് പിതാവ് നടത്തുന്നത് പോലെ जैसे एक बच्चे के हाथ में अपने पिता पकड़ कर चलाते हैं, അതുപോലെ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടത്തുവാൻ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തു. इसी तरह मसीह हमारे हाथों को पकड़कर हमें चलाने के लिए है, हमारे संग रहेंगे करके हमें वायदा देते हैं। ലോകത്തിലെ മനുഷ്യർ നമ്മുടെ കരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് എപ്പോ വേണമെങ്കിലും അത് വിട്ടുമാറാൻ സാധ്യതയുണ്ട്. दुनिया के जब मनुष्य हमारे हाथों को पकड़ते हैं तो कभी भी छोड़ के हमें जा सकते हैं। എന്നാൽ ക്രിസ്തു നമ്മുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു സാഹചര്യത്തിലും വിട്ടുമാറത്തില്ല. पर मसीह अगर हमारे हाथ को पकड़ते हैं तो कौन से भी समस्या आने दो, कुछ भी होने दो, हमारे हाथ नहीं छोड़ेंगे। നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിലാകട്ടെ നഷ്ടങ്ങളിലാകട്ടെ എപ്പോഴും കൂടെ ഇരിക്കുന്ന കർത്താവ്. हमारे जीवन की कोई भी समस्या हो, कष्ट नष्ट हो, कहाँ भी हो, बट वो हमारे हाथ नहीं छोड़ेंगे। ഏത് സമയത്താണ് നാം ഭയപ്പെടുന്നത്, ആ സമയത്ത് ആ ഭയം മാറ്റുവാനുള്ള ആമേൻ വചനമാണ് ദൈവം നൽകുന്നത്. कौन से समय में हम भयभीत होते हैं, वो समय में हमारे डर को हटाने के लिए वचन प्रभु ने हमें दिया है। അതുകൊണ്ടാണ് പറഞ്ഞത് ആമേൻ നമ്മൾ പല വിഷയങ്ങളിലും ഭയത്തോടെ ഇരിക്കുമ്പോൾ इसके लिए कई बार जब हम लोग कई विषयों को लेकर डर के बैठते हैं, എന്റെ കൂടെ വരുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, मेरे साथ आने के लिए कोई नहीं है करके सोचते हैं तो, ഞാൻ ഏകനായി തീർന്നുവെന്ന് ചിന്തിക്കുമ്പോൾ, मैं अकेला हो गया है करके सोचते हैं तो, ദൈവവചനം പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട്. प्रभु का वचन कहता है कि मैं तुम्हारे संग हूँ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तुम्हारे संग हूँ। അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? वो हम कैसे समझते हैं? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, उत्पत्ति के पुस्तक में जब हम पढ़ते हैं, ആമേൻ 39 അധ്യായത്തിന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ 39 जो वचन है उसका दूसरा और तीसरा वचन जब हम पढ़ते हैं, ആമേൻ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. यूसुफ के बारे में हम वहां पे देखते हैं। അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. और यूसुफ और अपनी मिस्री स्वामी के घर में रहता था और यहोवा उसके संग था, सो वो भाग्यवान पुरुष हो गया। യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. और यूसुफ के स्वामी ने देखा कि यहोवा उसके संग रहता है और जो काम वह करता है उसको यहोवा उसके हाथ से सफल कर देता है। അത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യം പറയുന്നു അവൻ കൃതാർത്ഥനായി തീർന്നു. यहोवा उसके संग था, इसलिए पहले कहते हैं कि वो भाग्यवान पुरुष हो गया। ആമേൻ. അതെ, ഈ ലോകത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ये दुनिया में कोई भी हमारे साथ है करके बोलने से फायदा नहीं है। നമ്മൾ കൃതാർത്ഥരായി തീരണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. अगर अगर हमें भाग्यवान बनना है तो प्रभु हमारे साथ होना जरूरी है। മാത്രമല്ല അവന്റെ യജമാനൻ നോക്കുമ്പോൾ उसके अलावा जब उसके स्वामी देखते हैं, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. जो भी वो काम करता है वो उसके हाथों से सफल होता है। ദാവീദ് സങ്കീർത്തനത്തിലും അങ്ങനെയാ പറയുന്നത്. दाऊद भजन संहिता में भी ऐसे ही कहते हैं, ഈ ഭാഗ്യവാൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കും. ये भाग्यवान व्यक्ति जो कुछ करता है वो सब वो पूरा करते हैं। ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരും. अगर प्रभु हमारे साथ है तो जो भी काम होता है वो सब सफल हो जाएगा। നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്നത് സാധ്യമാകണമെങ്കിൽ ആ ദൈവം നമ്മോട് കൂടെ വേണം. अगर हमारे जीवन में कुछ असंभव है उसको संभव करना है तो प्रभु हमारे साथ होना जरूरी है। ഈ പിതാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ ഇടവരത്തില്ല. अगर ये पिता हमारे साथ है तो हम कभी निराश नहीं होंगे। അതാണ് യേശു ക്രിസ്തു ആമേൻ ഒരു അപ്പന്റെ രണ്ട് മക്കളുടെയും സംഭവ കഥ പറഞ്ഞു തന്നത്. इसके लिए यीशु मसीह एक पिता और उसके दो बेटों के बारे में हमें कथक बताते हैं। രണ്ടാമത്തെ മകൻ അപ്പനിൽ നിന്നും അകന്നപ്പോൾ അവന്റെ ജീവിതം നഷ്ടമായി തീർന്നു. जब दूसरा बेटा उसके पिता से दूर हो गया तो उसका जीवन नष्ट हो गया। എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ ലഭിക്കാനിടയായി തീർന്നു. पर जो वो वापस आया तो उसको जो भी नष्ट हुआ तो वो सब उसको वापस मिला है। അവന്റെ ജീവിതത്തിൽ നഷ്ടം വന്നപ്പോഴാണ് അവൻ ഓർക്കാനിടയായത്, उसके जीवन में जब नष्ट की अवस्था आए तो उसने ये सोचा, ഞാൻ ഇപ്പോൾ അപ്പന്റെ വീട് വിട്ട് അകന്നിരിക്കുന്നു. मैं अभी अपने पिता के घर से दूर हो गया हूँ। അവന്റെ ജീവിതത്തിൽ നഷ്ടം വന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും അത് ഓർക്കില്ലായിരുന്നു. अगर उसके जीवन में वो नष्ट नहीं आता तो वो कभी नहीं सोचता था। പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വന്നപ്പോൾ അവൻ ഓർക്കാനിടയായി അപ്പനെ കുറിച്ച്. वो पर उनके जीवन में जब एक नष्ट आया तो उसने पिता के बारे में सोचा है। അവന്റെ ആദ്യ അവസ്ഥയെ കുറിച്ച് അവൻ ഓർക്കാനിടയായി. उसके पहले की अवस्थाओं के बारे में उसने सोचा है। അവൻ മടങ്ങി വന്നപ്പോൾ അവന് സകലതും തിരികെ ലഭിക്കാനിടയായി തീർന്നു. जब वो वापस आया तो उसको सब कुछ उसे वापस दिया हुआ है। ജോസഫിന്റെ ജീവിതത്തിൽ അവന്റെ സഹോദരങ്ങളെല്ലാം അവന് നഷ്ടപ്പെട്ടു. यूसुफ के जीवन में उसके जो भी भाइयों ने सब उसको नष्ट हो गए। അവന്റെ അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു. उसके पिता और उसकी माता भी नष्ट हो गए उसे। ഇപ്പൊ അവന്റെ കൂടെ ആരുമില്ല. अभी उसके साथ कोई नहीं है। അവനെ സപ്പോർട്ട് ചെയ്യുവാൻ, അവന് വേണ്ടി സംസാരിക്കുവാൻ ഒരൊറ്റ മനുഷ്യനുമില്ല. उसके साथ रहने के लिए, उसके लिए आवाज उठाने के लिए कोई नहीं है। അവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ടവർ അവനെ തള്ളിക്കളഞ്ഞു. उसको जो हमेशा उसके साथ रखने चाहिए वैसे लोग उसको दूर हटा रहे हैं। അവനെ ഉപദേശിച്ച് നടത്തേണ്ടവർ തന്നെ അവന് വിരോധമായി തീർന്നു. जो उसको अच्छे रास्तों पे चलाने चाहिए वो उसके विरोध में खड़े हैं। അവന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു കളഞ്ഞു. उसके लिए जो कार्य करने चाहिए वो कार्य भी नहीं करते हैं, हमेशा के लिए उसे अलग किया हुआ है। ജോസഫിന്റെ അപ്പന്റെ മനസ്സിൽ ഇപ്പോൾ അവൻ മരിച്ചവനാ. यूसुफ के पिता के मन में वो अब एक उनका मृत्यु हो गया ऐसा है। എന്നേക്കുമായി മകൻ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന അപ്പൻ, हमेशा के लिए उनके जो बेटे हैं वो नष्ट हो गया ऐसे एक दर्द में बैठने वाले पिता। ആമേൻ. എന്നാൽ ഈ മകൻ ഇതാ അപ്പന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ആമേൻ അവരെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ. पर वो ये बेटा ऐसा है कि वो अपने पिता को, उसके भाइयों को देखना चाहते हैं। അവനറിയാം ഒരു ദിവസം എനിക്ക് അവരെ കാണാൻ കഴിയും. वो जानता है कि एक दिन मैं उन्हें मिल पाऊंगा, കാരണം അവൻ ഭാഗ്യവാനായതുകൊണ്ട്. क्योंकि वो भाग्यवान पुरुष है। അവൻ ചെയ്യുന്നതൊക്കെയും സാധിച്ചുകൊണ്ടിരിക്കുക. वो जो भी काम करता है वो सब सफल हो जाता है। ആമേൻ. അവന് ചുറ്റുമുള്ളവരെല്ലാം നോക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം സാധിക്കുന്നു. उसके साथ जो भी लोग हैं वो सब जब देखते हैं तो उसके हाथों से जो भी कार्य होता है वो सब सफल होता है। എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആമേൻ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. क्यों होता है करके पूछेंगे तो प्रभु यहोवा उनके साथ थे इसलिए। ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, आज सुबह के समय मुझे सुनने वाले प्रिय लोगों, നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം. നമ്മുടെ അസാധ്യങ്ങളെല്ലാം സാധ്യമായി തീരട്ടെ. हम वो मसीह के साथ चलेंगे, हमारे जीवन में जो भी असंभव है वो सब संभव होने दो। കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. क्योंकि प्रभु का वचन हमेशा यही कहता है कि मैं तुम्हारे संग हूँ। നമ്മെ ഇമ്മാനുവേലായി നമ്മോട് കൂടെ നടക്കുന്ന ദൈവം. इम्मानुएल बन के हमारे साथ चलने वाले प्रभु। ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ നടന്നപ്പോൾ അവന്റെ ജീവിതത്തിലെ നന്മ പ്രാപിക്കാൻ ഇടയായി തീർന്നു.
यूसुफ के जीवन में जब प्रभु साथ में चले हैं तो उसके जीवन में वो आशीष प्राप्त किया है। അവൻ സങ്കീർത്തനക്കാരൻ ആമേൻ ഇങ്ങനെ പറയുന്നു. भजन संगीता में ऐसे कहते हैं, ആമേൻ 46 സങ്കീർത്തനം വായിക്കുമ്പോൾ भजन संगीता 46 जब हम पढ़ते हैं, ആമേൻ അതിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. उसके 7वें वचन में ऐसा लिखते हैं कि सेनाओं के यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। 11 വാക്യത്തിലും അത് തന്നെ ആവർത്തിച്ച് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. 46:11. 46 के 11वां वचन में भी वही कहते हैं कि सेनाओं के यहोवा हमारे संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। ദൈവം ആവർത്തിച്ച് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. प्रभु बार बार हमें ये कहते हैं कि मैं तुम्हारे संग हूं, तुम्हें डरना नहीं है। നമ്മെ ഭയം കൂടാതെ നടത്തിക്കുന്ന ഒരു ദൈവം. हमें बिना कोई डर के चलाने वाले एक प्रभु। നമ്മൾ ഏതെല്ലാം സ്ഥാനത്ത് നമ്മൾ ഭയപ്പെട്ടു പോകുന്നോ, कौन से जगह से हम डर के निकल जाते हैं, ഏതെല്ലാം സ്ഥാനത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെയായി തീരുന്നു, कोई भी स्थान में जब हम कुछ नहीं कर पाते ऐसा अवस्था में हो, അവിടെ എല്ലാം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. वो सभी जगहों में हमारे साथ रहने वाले प्रभु। പൗലോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, पौलुस के जीवन में हम जानते हैं, ആമേൻ പല രാത്രികളിലും അവൻ ഭയപ്പെട്ടു നിന്നപ്പോൾ कई सारे रात्रों में वो जब डर के बैठे थे, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. वे कहते हैं कि डरना नहीं है, मैं तुम्हारे संग हूँ। നീ മിണ്ടാതിരിക്കരുത്, ധൈര്യമായി പ്രസംഗിക്കാം. तो शांत मत रहना, एकदम धैर्य के साथ सेवकाई करो। അവസ്ഥയിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. वो सभी जगहों में मैं तुम्हारे साथ हूँ। അതുകൊണ്ട് പ്രതികൂലങ്ങളിലെല്ലാം പൗലോസ് ധൈര്യവാനായി തീർന്നു. इसीलिए सभी प्रतिकूल अवस्था में पौलुस धैर्यवान बन गया। ഏതെല്ലാം സ്ഥാനത്ത് നശിച്ചു പോകുമെന്ന് ചിന്തിച്ചോ, कौन से जगहों पर नष्ट हो सकता है ऐसा सोचा, ഏതെല്ലാം സ്ഥാനത്ത് അവനിത് തീർന്നു പോയെന്ന് ചിന്തിച്ചോ, कौन से जगह पे वो खत्म हो गया करके सोचा है, അവിടെ എല്ലാം അവനോട് കൂടെ ദൈവം ഉണ്ടെന്ന് അവന് ഉറപ്പ് നൽകി. वो सभी जगहों में प्रभु उनके साथ है करके उसको एक विश्वास दिया है। ആ ഉറപ്പ് പൗലോസിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ധൈര്യമായി പ്രസംഗിച്ചു. इसके लिए ऐसा एक विश्वास उसके पास था, इसलिए उसने एकदम धैर्य के साथ सेवकाई किया है। ഒരിക്കലും മിണ്ടാതിരുന്നില്ല. कभी भी शांति नहीं बैठा। അവൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആമെ ഉറച്ചു നിന്നു. वो प्रभु का पे जो विश्वास है उस पे दृढ़ खड़ा रहा है। കർത്താവ് പറഞ്ഞത്, ആമേ നിങ്ങൾ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന്. प्रभु ऐसे कहते हैं कि जहाँ पे तुम मेरे नाम में इकट्ठा होते हैं वहां पे मैं हूँ। അത് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. 2 और 3 लोग मेरे नाम पे अगर संगति में होते हैं तो उनके बीच में मैं हूँ करके कहते हैं। നോക്കി, യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം യേശു ഉണ്ട്. यीशु मसीह के नाम में जहाँ भी इकट्ठा होते हैं उसके बीच में यीशु मसीह है। അവൻ നാം പോകുന്ന ഓരോ വഴികളിൽ അവൻ നമ്മോട് കൂടെയുണ്ട്. हम जाने वाले सभी रास्तों में वो हमारे साथ है। ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, इसके लिए प्रभु का वचन कहता है, ആമേൻ നീ ഭയപ്പെടേണ്ട, तू डरना नहीं है, ഞാൻ നിന്നോട് കൂടെയുണ്ട്, मैं तुम्हारे संग हूँ, ഞാൻ നിന്റെ ദൈവമാകുന്നു, मैं तुम्हारा प्रभु हूँ, ആമേൻ ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुम्हें ताकत दूंगा, ഞാൻ നിന്നെ സഹായിക്കും, मैं तुम्हारी सहायता करूंगा, എന്റെ കരം ആമേൻ നിന്നെ നടത്തും. मेरे हाथों से मैं तुम्हें चलाऊंगा। ഇസ്രായേൽ ജനങ്ങളെ നടത്തിയ ദൈവം, इस्राएल लोगों को चलाने वाले प्रभु, ആമേൻ ഒരു ദിവസവും 2 ദിവസവും അല്ല അവരെ നടത്തിയത്. 1 दिन या फिर 2 दिन नहीं चलाया है उनको। 40 വർഷം മരുഭൂമിയിൽ അവരെ നടത്തി. 40 साल मरुस्थल में उनको चलाया है। വചനം പറയുന്നു, അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടായില്ല. वचन कहता है कि उनकी कोई कमी घटी नहीं थी। ആമേൻ അവർക്ക് സുരക്ഷ നൽകി, उनको सुरक्षता दिया, അവർക്ക് വേണ്ടുന്നതായ ഭക്ഷണം നൽകി, उनको जो भी आवश्यक खाना था वो सब दिया, അവർക്ക് വേണ്ടുന്നതായ ജലം നൽകി, उनको जो पानी की जरूरत थी वो दिया, ശത്രുവിന്റെ മുമ്പ് വിജയം നൽകി. शत्रु के सामने उन्हें विजय प्राप्त हुआ। അവരെ കണ്ട് ദേശം ഭയപ്പെടുവാനിടയായി തീർന്നു. उनको देखकर अलग देश डरने लग गए। ആമേൻ ഈ ഇസ്രായേൽ ജനത്തെ കണ്ടുകൊണ്ടാണ് യെരിഹോ പട്ടണം പണിതത്. ये इस्राएल लोगों को देखकर ही यरीहो शहर बनाया हुआ है മതിൽ കെട്ടി അടച്ചു അവരുടെ പട്ടണത്തിന്. और उसके सामने सभी जगह पे दीवार खड़ा किया। അവർ പോകുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത്,
ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് ജാതികൾ പറയുന്നത് इसराइल लोगों के बारे में जाति लोग यही कहता है कि देश को खाने वाला लोग है। प्रेज़ द लॉर्ड। ദേശത്തെ തിന്നുന്ന ജനം. ഞാൻ പറയണോ? പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് പറയുന്നത് ദേശത്തെ തിന്നു കളയുന്ന ജനം വരുന്നു. देश बोलता है इसराइल खाता हुआ लोग आता है करके. എന്ന് പറഞ്ഞാൽ സകല ദേശത്തെയും സകല ജാതികളെയും ജയിച്ചു വരുന്ന ജനം. इसराइल लोग के बारे में बोलता है सारे जाति लोग का ऊपर विजय पाके आता हुआ लोग. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവിടെ ഒന്നും പരാജയമില്ലാതെ ജയിച്ചടങ്ങുന്ന ഒരു ജനം. कोई भी समस्या है उनका ऊपर विजय पाता हुआ लोग. അങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് പറയുന്നത്. ऐसा है इसराइल लोग के बारे में लोग बोलता है. കാരണം അവരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട്. क्योंकि उन लोग का साथ इसराइल लोग का साथ ईश्वर है. ദൈവം അവരോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ വിജയാളിയായി തീരുവാനിടയായി തീർന്നു. प्रभु यहोवा उन लोग का साथ है. അതുകൊണ്ട് ദൈവം കൂടെയുള്ള ജനം എപ്പോഴും വിജയാളിയായി തീരും. इसका मतलब ऐसा है प्रभु हमारा साथ है तो हम विजय पाएंगे. ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നു, അവൻ കൃതാർത്ഥനായി, അവൻ ഭാഗ്യവാനായി തീർന്നു. जोसेफ का साथ प्रभु था, उनका जिंदगी में संपूर्ण रीति से सक्सेस हो गया. അതുപോലെ ഇസ്രായേൽ ജനങ്ങളോട് കൂടെ ദൈവം ഇരുന്നു, അവർ ജയാളിയായി തീരാനിടയായി തീർന്നു. ऐसा है इसराइल का साथ प्रभु था, इसलिए उन लोग का जिंदगी में सारे एरिया में सक्सेस हो गया. ദൈവവചനം പറയുന്നു, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. प्रभु क्या बोलता है? मैं है हमेशा तुम्हारा साथ है. ഏത് പ്രതിസന്ധിയിലും നമ്മോട് കൂടെ നടക്കുന്ന ദൈവം. कोई रुकावट में प्रभु हमारा साथ है. ഏത് പ്രശ്നങ്ങൾ വന്നാലും കൂടെ ഉണ്ടെന്ന് വാക്ക് തന്ന ദൈവം. कोई भी समस्या हो हमारा साथ होए करके वायदा दिया हुआ है परमेश्वर. ഒരിക്കലും നമ്മെ വിട്ട് മാറിപ്പോകാത്ത ദൈവം. कभी भी हमको अकेला छोड़ने वाला नहीं है. അതാണ് പറഞ്ഞത്, ഈ ഇടയൻ എപ്പോഴും ആടുകളെ സംരക്ഷിക്കും. ये बोलता है ये चरवा हमेशा उनके बेट को संभालता है. ഏതെങ്കിലും മൃഗങ്ങൾ കടന്നു വന്നാൽ ഇട്ടിട്ട് ഓടുന്ന ഇടയനല്ല. कोई दुश्मन आएगा तो छोड़ के जाने वाला नहीं है. അതാണ് ദാവീദ് പറഞ്ഞത്, 2 പ്രാവശ്യം എന്റെ ആടുകളെ പിടിക്കുവാൻ ശത്രു വന്നു. इसलिए दाऊद कहा है 2 बार दुश्मन आया है मेरा बेट को पकड़ने के लिए. എന്നാൽ ആ 2 പ്രാവശ്യവും ഈ ദാവീദ് യുദ്ധം ചെയ്ത് ജയിക്കാനിടയായി തീർന്നു. तो 2 बार भी दाऊद लड़ाई करके उनका ऊपर विजय किया है. ആ ആടിന്റെ മേലെ അത്രത്തോളം അവനൊരു ഉത്തരവാദിത്വമുണ്ട്, അവന് ഒരു അതിനെക്കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്. इनका मतलब उनका इतना जिम्मेदारी था उनका ऊपर. അതുകൊണ്ട് അവൻ ഒരിക്കലും ആടുകളെ വിട്ട് അവൻ മാറിയിരിക്കില്ല. इसलिए वो हमेशा अकेला छोड़ के जाता नहीं है. യേശു അതാണ് പറഞ്ഞത്. यीशु इसलिए कहा है, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. मैं हमेशा तुम्हारा साथ हूँ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. कोई भी समस्या हो, ഏതെല്ലാം പ്രതികൂലം വന്നാലും, कुछ भी रुकावट हो, ഏതൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയാലും, कोई भी प्रॉब्लम हमारा साथ हो, അവിടെ എല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട്. वो हमेशा मैं है तुम्हारा साथ. यीशु कहा है, ഞാൻ നിന്നെ ശക്തീകരിക്കും. मैं तुमको सामर्थ देंगे. ഞാൻ നിന്നെ സഹായിക്കും. मैं तुमको साथ हो जाएगा. ലോകത്തിലെ പലരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുമ്പോൾ, सारे दुनिया में लोग हमको हेल्प करेगा बोलेंगे, लेकिन समय पर छोड़ के जाता है. എന്നാൽ കർത്താവ് വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. लेकिन प्रभु हमको एक बार वायदा दिया तो छोड़ने वाला नहीं है. ഒരിക്കലും നമ്മെ വിട്ട് അകലാത്ത ദൈവമാണ്. कभी हमको अकेला छोड़ने वाला नहीं है. ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവിടെ നിന്ന് നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. कोई भी समस्या हो हमको अकेला छोड़ के जाने वाला नहीं है हमारा ईश्वर. അതുകൊണ്ട് പറഞ്ഞത് ലോക അവസാനത്തോളം കൂടെ ഉണ്ടെന്ന്. इसीलिए कहा है दुनिया का अंत तक मैं तुम्हारा साथ होगा. ഇവിടെ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോഴല്ല, हम इधर से दुनिया से जाने से नहीं, ഈ ലോകം തീരുന്നത് വരെയും ये दुनिया कभी खत्म होता है उसी समय तक यीशु हमारा साथ होगा. സകലതും സമാപിച്ചിട്ട് സകലത് സമാപിക്കുന്ന സമയത്തും കൂടെ ഉണ്ടെന്ന് വാക്ക് തന്നു. सब कुछ समाप्त हो जाएंगे, लेकिन यीशु है हमारा साथ.
ആമേൻ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ऐसा है तो वो यीशु का ऊपर हम भरोसा रख सकता हूँ, उनका ऊपर भरोसा रखेंगे। ഇതാണ് ആമേൻ ഒരു നല്ല ഇടയൻ. यीशु है हमारा अच्छा चरवाहा। ആമേൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. हमारा भेड़ के लिए अपना जिंदगी जीवन देने वाला। ആമേൻ. അതുകൊണ്ട് യേശു പറഞ്ഞത് ആമേൻ ഞാൻ ജീവനെ കൊടുക്കുവാൻ വന്നതാ. इसलिए यीशु कहा मैं जीवन देने के लिए आया हूँ। ആമേൻ. ജീവൻ എടുക്കുവാനല്ല വന്നത്, ഞാൻ ജീവൻ കൊടുക്കാനാ വന്നത്. मैं जीवन लेने के लिए नहीं आया हूँ, जीवन देने के लिए आया हूँ। മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കാൻ വന്നതാ. दूसरा के लिए हम तेरा जीवन देने के लिए आया हूँ। ആമേൻ. അങ്ങനെ പറഞ്ഞ് തന്റെ ജീവനെ കൊടുത്തു. ऐसा बोल के वो खुद अपना जिंदगी जीवन क्रूस में दिया है। തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. उनका लहू से हमको उद्धार दिया हुआ है। ആമേൻ. നമ്മെ തനിക്കുള്ളവരാക്കി തീർത്തു. और ये हमको उनका उनके लिए ले लिया हुआ है। അതുകൊണ്ടാണ് ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത്, इसलिए भजन संगीत वो लिखने वाला बोलता है അവൻ നമ്മുടെ ഇടയനാകുന്നു. वो हमारा चरवाहा है, ആമേൻ. നാം അവന്റെ ആടുകളാ. हम उनका भेड़ है। ആമേൻ. നാം അവന്റെ ആടുകൾ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. वो हमारा भेड़ का वो उनका भेड़ करके भजन संगीत वाला बोलता है। 100-ാം സങ്കീർത്തനത്തിൽ ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം അവനുള്ളവനാകുന്നു. भजन संगीत 100 में बोलता है मैं उनके लिए है कर गए, उनका ये നാം അവന്റെ ജനമാകുന്നു, അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ. हम उनका लोग है और वो चलाता हुआ भेड़ है। അങ്ങനെ ആടുകളാക്കി തീർത്തത് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്. ऐसा वो उनका लहू से हमको उद्धार दिया है, इसलिए ऐसा हुआ है। അതുകൊണ്ടാണ് പറയുന്നത് നാം അവനുള്ളവൻ. इसलिए वचन बोलता है मैं हम उनके लिए है करके। നാം ഈ ലോകത്തിനുള്ളവരല്ല, हम दे दुनिया के लिए नहीं है, നാം നമുക്കുള്ളവരല്ല, हम अपने लिए नहीं है, നാം ദൈവത്തിനുള്ളവരാ. हम परमेश्वर के लिए है। ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. हाँ प्रभु हमको उसने चुन लिया, हमको चुन लिया है उनके लिए। പത്രോസ് പറയുന്നു നാം വിശുദ്ധ ജാതിയാ. पत्रोस ने ऐसा कहा है हम पवित्र लोग है। ആമേൻ. നാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമുള്ള ഒരു ജാതിയാ. हम तो दूसरा लोग से अलग है। അതുകൊണ്ടാണ് ഈ ലോകം നമ്മെ പകയ്ക്കുന്നത്, നമ്മെ നിന്ദിക്കുന്നത്. इसलिए दुनिया हमको इनकार करता हूँ। ആമേൻ. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ശത്രുതയായി തീരുന്നു. इसलिए दुनिया है हमारा शत्रु बन जाता है। ആമേൻ. നാം ലോകത്ത് നിന്ന് നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ये सारे दुनिया से प्रभु हमको चुन लिया, इसलिए ആമേൻ ലോകം നമ്മെ വെറുക്കുന്നു. ये दुनिया हमको इनकार करता है, निंदा करता है। കാരണം നാം അവരിൽ നിന്നും വ്യത്യസ്തമുള്ളവരെന്ന് ലോകം കാണുന്നു. क्योंकि हम उन लोग से अलग हो गया वो करके उन लोग को मालूम पड़ा है। നാം അവരെ പോലെ ആയിരുന്നുവെങ്കിൽ അവർ നമ്മെ സ്നേഹിക്കുമായിരുന്നു. अगर हम भी उन लोग का साथ ऐसा स्वभाव है तो वो हमको प्रेम करता था। നാം അവരെ പോലെ അല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മെ വെറുക്കുന്നത്. सारे स्वभाव में हम उन लोग से अलग है, इसलिए उन लोग निंदा करता है। അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. इसलिए यीशु ने कहा मैं है तुम्हारा साथ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. मैं तुमको छोड़ने वाला नहीं है, इनकार नहीं करेंगे। ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്നത് ये दुनिया का अंत तक में तुम्हारा साथ होगा। ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. वो प्रभु का हाथों में अपने आप सौंप देंगे। ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अभी हमारे आंख बंद करेंगे, हम प्रार्थना करेंगे। ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. उनका हाथों में अपने आप सौंप देंगे। അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവം, अंत तक हमको चलाने वाला ईश्वर, ഏത് പ്രതികൂലങ്ങളിൽ കൈവിടാത്ത കർത്താവ്, कोई भी रुकावट में हमको छोड़ने वाला नहीं। ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ये सारे दुनिया में कोई भी हमको इनकार करेंगे, लेकिन वो हमको छोड़ने वाला नहीं है। ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. उनका हाथों में हम अपने आप समर्पण करेंगे। ഇന്ന് പകൽക്കാലം ആ ഇടയന്റെ ആടുകളായി വിശ്വസ്തയോടുകൂടെ മുന്നേറാം. और आज सुबह वो चरवाहा का भेड़ होकर हमको विश्वस्त होकर उनका हाथों में समर्पण करेंगे। ആ ഇടയന്റെ നന്മകൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറാം. वो चरवाहा का सारे फलाई हम प्राप्त करेंगे। ആ ഇടയന്റെ വാക്കിന് ചെവി കൊടുത്ത് നമുക്ക് മുന്നേറാം. उनका सारे शब्द के लिए हमारा कान देंगे। ആ ഇടയൻ പറയുന്നത് അനുസരിച്ച് നമുക്ക് മുന്നേറാം.
वो क्या बोलता है उनका अनुसार हमारा जिंदगी चलाएंगे। ആ ഇടയന്റെ ആമേൻ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ആ ഇടയന്റെ ആടുകളായി തീരാം. उनका सारे वायदा प्राप्त करने के लिए उनको हम समर्पण करेंगे। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आज इस हम मिलकर प्रार्थना करेंगे। ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. प्रभु का हाथों में हम समर्पण करेंगे। ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവം, अभी तक चलाया हुआ परमेश्वर, ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവം, और चलाने वाला प्राप्त हुआ है वो परमेश्वर, ആ പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവോളം നമ്മോട് കൂടെയുണ്ടെന്ന് വാക്ക് തന്ന കർത്താവ്, और स्वर्गीय पिता का पास पहुंचने का तक हमको चलाने वाला शक्तिमान परमेश्वर, വഴിയും സത്യവും ജീവനുമായ കർത്താവ്, अब वो है रास्ता और जीवन है वो परमेश्वर। ആമേൻ. ആ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ ഞാൻ മുഖാന്തരമേ കഴിയത്തും. उसने कहा हमारा पिता का पास पहुंचने के लिए मेरा और पहुंच सकता हूं और कोई रास्ता नहीं है। ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. उनका हाथों में हम समर्पण करेंगे। നമുക്ക് പ്രാർത്ഥിക്കാം. अपन प्रार्थना करेंगे। ആമേൻ. സ്വർഗീയ പിതാവാൻ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. स्वर्गीय पिता परमेश्वर, अच्छा समय के लिए हम धन्यवाद करता है। ഇന്ന് പകൽക്കാലവും അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. आज सुबह भी अब हमारा साथ है, इसीलिए धन्यवाद करता हूँ प्रभु। അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. अभी तक हमको बातचीत किया वो वचन के लिए धन्यवाद करता हूँ। എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. हमारा सारे प्रियों को आपका हाथों में सौंप देता हूँ। അവരുടെ ഓരോ വിഷയങ്ങളും കർത്താവ് അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ओ हर एक लोग का विषय समझ के आप उनके लिए चमत्कार करते, इसीलिए धन्यवाद करते प्रभु। ആമേൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. आज सुबह आपने हमको बलवंत किया, इसलिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. प्रभु हमारा प्रार्थना सुने, इसलिए धन्यवाद करता हूँ। ആമേൻ. आमेन, 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 हालेलुया।